നല്ല ശക്കക്കൊരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. മണിയാശാൻ ഒരു പൂ ചോദിച്ചു. കോൺഗ്രസ് നേതാവ്, ഇടുക്കി DCC മുൻ സെക്രട്ടറിയും UDF ദേവകുളം നിയോജകമണ്ഡലം കൺവീനറുമായ OR ശശി ഒരു പൂക്കാലം തന്നെയും കൊടുത്തു. ഇത് ശശിയെ പുകഴ്ത്തിയും മണിയാശാനെ ഇകഴ്ത്തിയും പറഞ്ഞതല്ല. നിലവാരം തകരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ നേതാക്കൾ ഇലക്ഷൻ പ്രചരണത്തിന്റെ പേരിൽ പരസ്പരം നടത്തുന്ന കരിവാരിത്തേക്കലുകൾ, ഇതിനെക്കുറിച്ചാണ് RR ടോക്സ് ഇന്ന് സംസാരിക്കുന്നത്. RR ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എം എം മണി ഡീൻ കുര്യാക്കോസിനെ കുറിച്ച് പറഞ്ഞത് മുഖത്ത് ചായം പൂശി ബ്യൂട്ടി പാർലറിൽ പോയി മേക്കപ്പും ചെയ്ത് നടക്കുന്ന ഷണ്ണൻ, ഡീൻ കുര്യാക്കോസിന്റെ മുൻഗാമി PJ കുര്യൻ പെണ്ണുപിടിയൻ, ഇത്തരത്തിലുള്ള അതിശക്തമായ വ്യക്തി അധിക്ഷേപങ്ങളാണ് എം എം മണിയുടെ പ്രസംഗത്തിലുടനീളം കണ്ടത്. എം എം മണി പറഞ്ഞ വാക്കുകൾ നമുക്ക് നേരിട്ടൊന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. അവിടെയൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചട്ടങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക, പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ? സംഘന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. മണിയാശാൻ ഇത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ, സംസ്കാരമില്ലാത്ത പദപ്രയോഗങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും പ്രസിദ്ധനാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധനാണ്. മണിയാശാനിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. അതിലപ്പുറം നിലവാരം മണിയാശാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നത് തന്നെയാണ് സത്യം. ഡീൻ കുര്യാക്കോസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണാം. എന്നാൽ അതിനു മുമ്പ് ഇതിലും നിലവാരം താഴ്ന്ന് വളരെ മോശമായി മണിയാശാനെ കുറിച്ച് കോൺഗ്രസ് നേതാവും പറഞ്ഞു. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. DCC മുൻ സെക്രട്ടറിയും UDF ദേവകുളം നിയോജകമണ്ഡലം കൺവീനറുമായ OR ശശിയാണ് മണിയാശാനെ അക്ഷരാർത്ഥത്തിൽ പിതാവിന്റെ പേരടക്കം പറഞ്ഞ് അധിക്ഷേപിച്ചത്. ആ വീഡിയോയും കൂടി നമുക്കൊന്ന് കാണാം. ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത് എങ്ങനെയാ? ഡീൻ കുര്യാക്കോസിന്റെ മാതാപിതാക്കൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ടാണ് ഡീൻ കുര്യാക്കോസിന് സൗന്ദര്യമുണ്ടായത്. അത് മണി അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, മണിയുടെ അപ്പൻ നല്ല ചക്കുക്കുരു പോലെ ഇരുന്നയാളാണല്ലോ മാധവശാന്തി, അല്ലെ? എം എം മണി നല്ല ചക്കുക്കുരു പോലെയാ എം എം മണിയുടെ അപ്പം മാധവശാന്തി ഇരുന്നത്. പിന്നെ എങ്ങനെയാ ഈ മാധവശാന്തിയുടെ മകൻ എം എം മണി ഈ ചുട്ട കശുവണ്ടി പോലെയായി പോയത് എന്ന് നിങ്ങൾ ആലോചിക്കേ. ഇടുക്കി തൂക്കുപാലത്തെ പാർട്ടി പരിപാടിയിൽ നടത്തിയ പ്രസംഗത്തിൽ എം എം മണി പറഞ്ഞ ബ്യൂട്ടി പാർലറിൽ കയറി പൗഡറും പൂശി ഫോട്ടോ എടുത്ത് നടക്കുന്ന ഷണ്ണനാണ് ഡീൻ കുര്യാക്കോസ് എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ടാണ് ശശി ഇത്തരത്തിൽ പറഞ്ഞത്. ശശി പറഞ്ഞതോ, മണിയുടെ അച്ഛനെ കണ്ടാൽ ചക്കക്കുരു പോലെ ഇരിക്കുമെന്നും, എന്നാൽ മണി എങ്ങനെയാണ് ചുട്ട കശുവണ്ടിയെ പോലെ ആയതെന്നും. വളരെ നിലവാരം കുറഞ്ഞ, വളരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങളാണ് ഇരു പാർട്ടി നേതാക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ളത്. ഇനി ഡീൻ കുര്യാക്കോസ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. രാഷ്ട്രീയ പാർട്ടികൾ ഏതു തന്നെയായാലും സാധാരണക്കാരൻ്റെ ഒരു റോള് എന്ന് പറയുന്നത് അവരെ ഇലക്ഷനിൽ ജയിപ്പിച്ച് അധികാര സ്ഥാനത്തിൽ എത്തിക്കുക എന്നതാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെ കൈകൂപ്പി കാല് നക്കി ജനങ്ങളുടെ പുറകെ നടക്കുന്ന ഇവർ ഇലക്ഷന് ശേഷം ഒരു ചെറിയ കാര്യം നടത്താൻ പോലും ഇവരെ സാർ, തമ്പ്ര എന്ന് വിളിച്ച് പുറകെ നടക്കേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇലക്ഷൻ പൊറോട്ട് നാടകങ്ങൾക്ക് കൈയടിക്കാനും കൂട്ടുനിൽക്കാനും വിധിക്കപ്പെട്ടവരാണ് ഇവിടുത്തെ ഓരോ വോട്ടവകാശമുള്ള പൗരന്മാരും. ജനാധിപത്യത്തിന്റെ ഏറ്റവും സങ്കടകരമായ ഒരു വസ്തുതയാണ് RR ടോക്സി പറഞ്ഞത്. വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, സത്യഭാമ ടീച്ചർ പറഞ്ഞ കറുപ്പിനും വെളുപ്പിനുമെതിരെ പ്രതികരിക്കാൻ കാണിച്ച ആർജവത്തിന്റെ പകുതിയെങ്കിലും നമ്മൾ മലയാളികൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കോമാളിത്തരങ്ങൾക്കെതിരെ കാണിക്കണം എന്നതാണ് RR ടോക്സിന്റെ ശക്തമായ അഭിപ്രായം. ഈ ഒരു വിഷയം എൻ്റെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതും ഈ വീഡിയോകളുടെ ഭാഗങ്ങൾ ഷെയർ ചെയ്യുന്നതും ഈ ഒരു വലിയ ചോദ്യം നിങ്ങൾക്ക് മുന്നിൽ ഉന്നയിക്കാൻ തന്നെയാണ് RR ടോക്സിന്റെ ഉദ്ദേശം. രാഷ്ട്രീയ പാർട്ടികൾ പരസ്പരം വ്യക്തിപരമായുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുക സ്വാഭാവികമാണെന്നൊക്കെ പറയാമെങ്കിലും
ഒരു ഇലക്ഷനിൽ പുലർത്തേണ്ട സാമാന്യ മര്യാദ അല്ലെങ്കിൽ യഥാർത്ഥ കർത്തവ്യം എന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ പോരായ്മകളെ ചൂണ്ടിക്കാണിക്കുക. ഭരണപക്ഷത്തുള്ളവർ MLA യോ MP യോ എന്ത് ചെയ്തില്ല അല്ലെങ്കിൽ ചെയ്തതിലെ പോരായ്മകൾ. ഇനി പുതിയ ഒരാളാണ് ഇലക്ഷൻ രംഗത്തേക്ക് വരുന്നതെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണം, എന്തൊക്കെയാണ് ആ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചായിരിക്കണം വോട്ട് പിടിക്കേണ്ടത്. അല്ലാതെ വരും തലമുറയെയും കൊച്ചു കുഞ്ഞുങ്ങളെയും വഴിപഴപ്പിക്കുന്ന പോലത്തെയുള്ള നിലവാരം കുറഞ്ഞ തമാശകളും ആക്ഷേപങ്ങളും കൊണ്ട് ഇലക്ഷൻ രംഗം ഒരു നിലവാരമില്ലാത്ത മേഖലയാക്കി മാറ്റുന്ന ഈ രാഷ്ട്രീയ കോമാളിത്തരങ്ങളെ അടിവരയിട്ട് പറയുന്നു. ഇത്തരം രാഷ്ട്രീയ കോമാളിത്തരങ്ങളെ വെച്ചു പൊറിപ്പിക്കരുത്. ഇത് പറയുക എന്നതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. നന്ദി, നമസ്കാരം. നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക.